എന്തായാലും നരനൊന്നും പറയുന്നില്ല. എങ്കിൽ ഞാനൊരു സർപ്രൈസ് തരട്ടെ? തന്നോളൂ. നരനെ പരിചയപ്പെടാൻ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വരട്ടെ, അച്ഛന്മാരെല്ലാം വരട്ടെ. അച്ഛനെ കൂട്ടി ഒരുമിച്ച് വരാനാ ഞാൻ പത്തര സമയം പറഞ്ഞത്. അച്ഛന് ബാങ്കിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. അച്ഛൻ ആ എവിടെ? ഇവിടെ ഉണ്ട്. നരൻ എന്തൊരു ടെൻഷൻ പോലെ. ഏയ് എനിക്കോ? അല്ല, ഈ ടെൻഷൻ എന്ന് വെച്ചാല് അഞ്ജലിയുടെ അച്ഛൻ പെട്ടെന്ന് വരുന്ന സമയത്ത് അച്ഛൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലല്ല, ഐ മീൻ അച്ഛനെ കണ്ടാ അല്ല ഞാൻ എങ്ങനെ ഇരിക്കും? എഴുന്നേക്കണോ, ബഹുമാനിക്കണോ, അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ ഒരു റിലീഫ് ഉണ്ടല്ലോ, അതാണൊരു വിജാഗിരി. സോറി, വിനാഗിരി. എനിക്ക് ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ ഞാൻ ഈ വിനാഗിരിയൊക്കെ എടുത്ത് കുടിക്കും. ഹാബിറ്റ് അതാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അച്ഛന് സർപ്രൈസ് കൊടുത്താലോ? അഞ്ജലി ഒന്ന് പെട്ടെന്ന് മാറി തരുമോ? ഒരു 5 മിനിറ്റ്. എന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോ ഒരിക്കലും മാർക്കാത്തൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാം. പ്ലീസ് അഞ്ജലി ഒന്ന് മാറി പ്ലീസ്. ഐ വിൽ മാനേജ്. പ്ലീസ് ബിലീവ് മീ. വാഷ്റൂം വരെ പോയിട്ട് പ്ലീസ്. ദൈവം കൂടെ ഉണ്ട്. എന്തെങ്കിലും പറ്റിയോ സാർ? ഇങ്ങനെ അടിച്ച് വേണം, വല്ലതും പറ്റാതിരിക്കോ? അല്പം കോമൺ സെൻസ് വേണം. ഇത്ര കെയർലെസ് ആയിട്ടാണോ ട്രോളിംഗ് നടക്കുന്നത്? എന്റെ കണ്ണട അവിടെ. ഈ കണ്ണട ഇല്ലാണ്ട് എന്നെ എങ്ങനെ കാണൂടും? അയ്യോടാ, ചത്തുപോയി. അയ്യോ, എന്ത് പറ്റി? നിങ്ങൾ വിട്, എന്റെ കണ്ണട അവിടെ. കണ്ണട വെച്ചോളൂ. എന്താ ഇത്? നേരത്തെ കണ്ണടയായിരുന്നു, വീണതിന് ശേഷം തവള വണ്ടി കയറിയല്ലേ, ഗ്ലാസ് ഒക്കെ പൊട്ടി. അയ്യോ, നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷെ എന്തൊരു കെയർലെസ് ആണ് ഇവിടുത്തെ ആളുകൾ അല്ലേ? അച്ഛനോടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഞാനോ? അല്ലല്ല, അച്ഛനെ ഇവിടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഭാഗ്യത്തിന് കണ്ണട മാത്രമേ പൊട്ടിയുള്ളൂ. അയ്യോ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ആ സ്പെയർ ഗ്ലാസ് കാറിൽ പോയിട്ടോണ്ട് വാ. ഇത് നരൻ, എന്റെ ഫ്രണ്ടാണ്. ഹലോ, ഹായ്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയിട്ട് വരും. സാറിന് പഴയ പോലെ കണ്ണട ഇല്ലാണ്ട് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? പണ്ടത്തെ കാര്യം തനിക്കെങ്ങനെ അറിയാം? അല്ല, അഞ്ജലി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ശബ്ദം കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും പറയാറുണ്ട് എന്റെ വോയിസും യേശുദാസിന്റെ വോയിസും ഒരുപോലെയാണെന്ന്. അതല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആരുടെയോ ശബ്ദം പോലെ. എന്നെ കൊണ്ടേ പോവുള്ളൂ. ഹലോ, അച്ഛ ഒരു മിനിറ്റ്, ഒരു കോളാണേ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഔട്ട് ഗോയിങ് കോളാണേ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഫോൺ കണ്ടോ? പോയിട്ട് വരാവേ. അഞ്ജലി, എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോകണം. അയ്യോ, അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു പോയാ പോരെ? അയ്യോ, തീരെ സമയമില്ല. ഇറ്റ്സ് വെരി അർജന്റ്. ഒരു 15 lakhs ചെക്കിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ സൈൻ ചെയ്യാൻ മറന്നേ. അല്ല, അഞ്ജലിക്ക് വിഷമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഒരു 20 lakhs ലോസ് വരുന്നുള്ളൂ, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അയ്യോ ഇല്ല, സാരമില്ല. ജോലി തിരക്കാരനല്ലേ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. താങ്ക് യു അഞ്ജലി, താങ്ക്സ് എ ലോട്ട്. അപ്പൊ നമ്മൾ നാളെ പാർട്ടി കാണുന്നു, ഓക്കെ? പിന്നെ അച്ഛനെ നാളെ പാർട്ടി കൊണ്ടുവരണം കേട്ടോ. നന്നായി വീണുണ്ട് മുഖം അടിച്ചിട്ട്. അപ്പൊ ആള് ശരിക്കും റിലാക്സ് ചെയ്യട്ടെ, ഓക്കെ? ഡോണ്ട് മിസ്റ്റേക്ക് മീ, ഓക്കെ? ഡോണ്ട് ഫീൽ ബാഡ്, ഓക്കെ? എന്താ ഇന്നലെ നീ വെള്ളം അടിച്ചില്ലടാ? അടിച്ചാള, നമ്മള് രണ്ടുപേരും കൂടി പൈന്റ് അടിച്ചെടുത്ത് മോട്ടർ അടിച്ചില്ലെന്ന്. കുളിമുറിയിൽ വെള്ളമില്ല. അതാണെന്ന് പോവാണ്ട് അവിടെ ടാങ്ക് കോരി കുളിക്കും. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് ഇവിടെ തീർന്നു. മനുഷ്യനും ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കാന്നൊക്കെ പറഞ്ഞ ശീലമില്ലാത്ത കാര്യങ്ങളാ. തേരാപ്പാര നടന്ന് ഇവനെയൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ചിട്ട് പണി മുഴുവൻ എനിക്ക് 8 മണിയായിട്ടില്ല. 8ന്റെ പണി അന്ന് തുടങ്ങി. അയ്യോ, സൂര്യമസ്കാരം ചെയ്തില്ല. അമ്മേ, സൂര്യ നമസ്കാരമുണ്ട്. കാണുന്ന വെള്ളത്തിന് എന്താ തണുപ്പ്, പക്ഷെ ഒഴിക്കുമ്പോ ചൂടാ. സോളാറ് തട്ടിയാ പിന്നെ എല്ലാം ചൂടാ. പൂക്കാലം വന്നു, പൂക്കാലം പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ഒരുക്കത്തിലും കഴുകി. എടാ, എന്റെ വൈകിട്ട് അഞ്ജലിയുടെ പാർട്ടി ഉണ്ട് കേട്ടാ. അഞ്ജലി അഞ്ജലി
ഹായ് ഫ്രണ്ട്സ്, ഐ തിങ്ക് ഐ ആം ഓൺ ടൈം. നമ്മൾ ലേറ്റ് ആയോ? അരി മരിച്ച എന്ത് പറ്റി? വൈ സോ ഡൾ? വാട്ട്സ് ദ മാറ്റർ? വെരി ഇസ് അഞ്ജലി? അത് നരൻ താമസിക്കുന്നത് വൈറ്റിലൊരു റൂഫ് ടോപ്പിലാണോ? വാട്ട്? ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ? വൈ? വൈ? രാവിലെ അഞ്ജലി ബസ് വരുമ്പോ നരേൻ അവിടുന്ന് കുളിക്കുന്ന കണ്ടു. കുളിക്കുന്നതോ? ഞാനോ? നോ, ഇംപോസിബിൾ. ഞാൻ കുളിക്കാറില്ല. അല്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. അവള് കണ്ടു എന്നാണല്ലോ പറഞ്ഞത്. പിടിച്ച് സമ്മതിച്ചേക്ക്. Oh, today. Monday. Oh, today. കണ്ടു? കാണണമല്ലോ. കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ഇറ്റ് വാസ് എൻ ഐസ് ബക്കറ്റ് ചലഞ്ച്. കേട്ടിട്ടില്ലേ? ടെറസ് ബക്കറ്റ് ചലഞ്ച്. ഈ തെരുവ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, ഈ പുനരധിവാസ. വെരി സഞ്ചലി. അവളെന്തോ ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്കോ? എന്തിന്? അവക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് നേരത്തെ ഒരു ജോബ് ഓഫർ വന്നിരുന്നു. പോകുന്നില്ലെന്നാ പറഞ്ഞിരുന്നേ. പെട്ടെന്ന് തീരുമാനം മാറ്റി. ഇപ്പോ അഞ്ജലി എവിടെയുണ്ട്? അഞ്ജലി, അഞ്ജലി ഒരു മിനിറ്റ്. ഏയ്, ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്ലീസ്, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അയ്യോ അഞ്ജലി, അങ്ങനല്ല. സി, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പൊക്കോളൂ. അതിന്റെ എന്താ ഞാൻ കേൾക്കണ്ടേ? ഐസ് ബക്കറ്റ് ചാലഞ്ച് അതല്ലേ പറയാൻ പോകുന്നത്? ഏയ്, അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? എന്റെ കൂടെയുള്ള അഞ്ജലി കണ്ടിട്ടില്ലേ ആ ആൻഡപ്പൻ? അവന്റെ അച്ഛനും അമ്മയും അവൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അല്ലല്ല, ഐ മീൻ അവൻ അനാഥനാണ്. ബട്ട് ഹി വാസ് എ മില്യണിയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ ഒന്നുമില്ലാത്തവനാണ്. ഫേറ്റ്. അഞ്ജലി, ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന അവനെ ഞാൻ കൈവടിയണമെന്നാണോ അഞ്ജലി പറയുന്നത്? അഞ്ജലി കണ്ടില്ലേ, ഇവിടുത്തെ കോർപ്പറേഷൻ ബിൽഡിങ്ങിന്റെ മുകളിലെ റൂമിലാണ് അവൻ താമസിക്കുന്നത്. ഞാൻ വെച്ച് നീട്ടിയ ഫ്ലാറ്റുകളും വില്ലകളൊന്നും വേണ്ടവന്. അഭിമാനിയാണ് അവൻ. അഞ്ജലിയെ കണ്ടിട്ട് പോകുന്ന വഴിക്ക് മിനിസ്റ്ററുമായിട്ടുണ്ടായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കൂടി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ലേറ്റായി. പിന്നെ അവനൊരു കോംപ്ലക്സ് ആവണ്ടെന്ന് കരുതി അവന്റെ ആ ചെറിയ റൂമിൽ ഞാനൊന്ന് സ്റ്റേ ചെയ്തു. അവന്റെ സന്തോഷത്തിന്. അത് തെറ്റാണോ അഞ്ജലി? മാത്രമല്ല, ഇന്ന് രാവിലെ എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്റെ പോസ്റ്റ് ഫ്ലൈറ്റിൽ പോയിട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ടൈം ഈസ് മണി ഇൻ ബിസിനസ്, യു നോ. ആ കമ്പനിയുടെ MD എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഏത് കമ്പനി? കമ്പനി? ആ കമ്പനിക്ക് പേരില്ലേ? നോട്ടി, എന്നെ പരീക്ഷിക്കാനായിട്ട്. ഭയങ്കര പേരുള്ള കമ്പനി. ഏത്? എന്തൊരു കഷ്ടം നോക്കും. വീഡിയോ? വർമ്മ ഡിസൈൻസ്. ആനന്ദ് വർമ്മയുടെ ദേവിക വർമ്മയുടെ കമ്പനിയോ? അവരാണോ നിങ്ങളുടെ പുറകെ നടക്കുന്നത്? യെസ്. ബിലീവ് മീ അഞ്ജലി, upon God. നിങ്ങൾക്ക് ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ പറ്റിയ ഒരുപാട് പെൺകുട്ടികൾ ഈ സിറ്റിയിൽ ഉണ്ടായിരിക്കും. ഞാൻ അത്ര കാര്യമല്ല. അഞ്ജലി, ഞാൻ കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നോണെങ്കിലും പറയാമായിരുന്നു നരൻ. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇനി എന്റെ പിന്നാലെ വരരുത്. മൊത്തം കുഴപ്പമില്ലെണ്ണ. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ ഈ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. എന്ത് പറഞ്ഞാൽ അപ്പൊ തുടങ്ങും നിന്റെ വൃത്തിയുടെ അണ്ണനാണ്. അണ്ണൻ എന്തിനാണ് ആവശ്യമുള്ള അഞ്ജലി ചേച്ചെടുത്ത് നോണ പറയാൻ പോയത്? ഉള്ള സത്യം കൂടെ പറഞ്ഞാൽ പോരായിരുന്ന? കൂട്ടുകാരിക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി ജീവിതം പാഴാക്കിയ കുളിക്കാട്ടുകാരൻ അണ്ണനാണെന്നുള്ള നഗ്നസത്യം. കുളിക്കാട്ടുകാരനല്ലടാ, കളിക്കൂട്ടുകാരൻ. ഓ പിന്നെ ഇപ്പൊ ഗ്രാമർ മിസ്റ്റേക്ക് നോക്കാൻ പറ്റിയ സമയമുള്ള അണ്ണ ഇപ്പൊ പറയണ കേക്ക്. എടാ, ഞാൻ ആ പഴയ സത്യനാരായണനാണെന്ന് ആ പൊതുവാളം ഞാൻ അറിഞ്ഞാ പിന്നെ പറമ്പിലെന്നല്ല ആ പഞ്ചായത്ത് പോലും കരുതില്ല. അല്ല, അണ്ണൻ ആ പൊതുവാളിനാണ് കെട്ടാൻ പോണത്. ആർക്കടികൊള്ളാതിരിക്കാൻ വേണ്ടി അണ്ണൻ എന്നാ ശരി ഉത്തരവ് വെട്ടിക്കളഞ്ഞത് അഞ്ജലിക്ക് ആണല്ല. ഇനി ആർക്ക് വേണ്ടിട്ട് അണ്ണ പാതിരാത്രി സ്കൂളിൽ കയറിയത്? അഞ്ജലി ചേച്ചിക്ക്. അപ്പൊ ഈ ഫ്ലാഷ് ബാക്ക് മൊത്തം ഒന്ന് റീവെന്റ് കേൾപ്പിച്ച ഉറപ്പ് സെന്റിമെന്റ്സ് വർക്കൗട്ടോ. അണ്ണ പറയണേക്ക് എത്രയും പെടുത്ത് പുറകെ പോ. ഇനി ബാംഗ്ലൂർക്ക് ബാംഗ്ലൂർക്ക് ഇപ്പൊ തന്നെ വിട്ടോ.